ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് തീറ്റകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയവർക്കും ചെറിയവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള തീറ്റകളാണ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള സംഭവമാണ് ഇന്നത്തെ വീഡിയോ. അതിന് തന്നെ നമ്മൾ ഡി ഒ സികളാണ് ഇറക്കിയേക്കുന്നത്, അത് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ അതിന് തന്നെ കുറച്ചൊരു 2-3 ആഴ്ച വീഡിയോസ് ഉണ്ടായിരുന്നില്ല. 1-2 തിരക്കുകൾ, പിന്നെ കുറച്ച് മടിയൊക്കെ പിടിച്ചപ്പോൾ അങ്ങനെ വീഡിയോസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ലേശം പണിയും കൂടുതലായിരുന്നു, വേനൽക്കാലമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ഡി ഒ സി ആണ്. ഡി ഒ സി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പിണ്ണാക്കിനേക്കാളും കുറച്ചും കൂടി അതിൻ്റെ എണ്ണമയം കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത് കാര്യങ്ങളൊക്കെ പരമാവധി അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് തീരെ ഉണ്ടാവില്ല. അതാണ് ഡി ഒ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഏകദേശം ഒരു 60 കിലോ കപ്പലണ്ടിയുടെ കപ്പലണ്ടി പിണ്ണാക്ക് ഡി ഒ സി. ഇത് ശരിക്കും ഡ്രൈ ആക്കി ഇട്ട് കൊടുത്താലും കഴിക്കുന്നുണ്ട് കേട്ടോ അവർ. ഇത് സോയയുടെ ഡി ഒ സി ഏകദേശം കപ്പലണ്ടിയുടെ ഡി ഒ സിക്ക് നമുക്ക് വില വരുന്നത് ഏകദേശം 41.50-41 രൂപ കൊണ്ടാണ്. ഇതിന് 51 സംതിങ്ങോ 56 സംതിങ് ഉണ്ടോ ഈ ഒരു സാധനത്തിൻ്റെ വില. പക്ഷെ പക്ക സാധനം ഉണ്ടോ. ഇതൊക്കെ നമുക്ക് ചെറിയൊരു അളവിൽ നമുക്ക് വ്യക്തമായിട്ട് അടുത്തൊരു വീഡിയോയിൽ അത് കുറച്ച് എടുത്ത് എത്ര കിലോ എത്ര ആവുന്നുണ്ട്. നല്ല റിസൾട്ട് ഭയങ്കരമാണെന്നുള്ളതിന് ഒരു തർക്കമില്ല. അപ്പോൾ പൈസ ലേശം കൂടുതലാണ്. ഏകദേശം എനിക്ക് ഈ തീറ്റ വരുത്തുമ്പോൾ ഇത് ഗ്രീൻ ഡയറി ഫാം കാലടിയിൽ അങ്ങോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ റഷീദിക്കായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. എനിക്കിവിടെ തീറ്റ ലേശം സൊസൈറ്റികളിൽ വരാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മളങ്ങനെ എടുത്തതാണ്. അതേ പരുത്തിക്കുരു കേട്ടോ, 51 സംതിങ് ആണ് പരുത്തിക്കുരു ആണ് കേട്ടോ. അത് ശരിക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ ചെറിയൊരു അളവിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത്, അതായത് ഇത്ര കിലോ തീറ്റ എന്നുള്ള കണക്കുകളൊക്കെയാണ് റഷീദ് സാധനം നമുക്ക് സംഘടിപ്പിച്ച് വെച്ചേക്കണം. അതാണ് ഞാൻ പറഞ്ഞ കപ്പലണ്ടി പിണ്ണാക്ക് ലേശം കൂടുതലുണ്ട്. ബാക്കിയുള്ളതൊക്കെ ചിലത് 40 കിലോ ഉള്ളൂ, ചിലത് 50 കിലോ ഉണ്ട്. അങ്ങനെയൊക്കെ ചെറിയ ഡിവൈഡൻറ്റ് വന്നിട്ടില്ലേ, പ്രോട്ടീൻ കണ്ടൻറ്റ് കയറ്റിയിട്ടൊക്കെ. അതപ്പോൾ ഇത് പരുത്തിക്കുരു. അപ്പോൾ മനസ്സിലായില്ലേ, കപ്പലണ്ടി ഡി ഒ സി 41 സംതിങ്, സോയയുടെ ഡി ഒ സി 56 സംതിങ്, 56 രൂപ ഉണ്ട്. പരുത്തിക്കുരു 51 സംതിങ്. പിന്നെ അതുമാതിരി തന്നെ ഇത് നെല്ലും തവിടാണ് കേട്ടോ. നല്ല പക്ക നെല്ലും തവിട്, പൊടി പറഞ്ഞാണ്ടോ, നല്ല പക്ക നെല്ലും തവിടാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ വലിയവർക്ക് കണ്ടമാനം കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ചെറിയ അളവിൽ ഇടിപ്പിച്ച് സെറ്റാക്കി വരുന്നേ ഉള്ളൂ. നെല്ലും തവിട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അരിത്തവിട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഉഴുന്നും തവിട് കേട്ടോ. ഉഴുന്നും തവിട് ഒരു രക്ഷയില്ല. ഞാൻ സാധാരണ ഉഴുന്നും തവിട് വാങ്ങിക്കുമ്പോൾ ബ്ലാക്കാണ് കൂടുതൽ. പക്ഷേ ഇതൊക്കെ വെള്ളത്തിലൊന്ന് കുതിർത്തി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഉഴുന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും വീർത്തിട്ട്. അതായത് അത്രയും മാത്രം ഉഴുന്നിൻ്റെ കണ്ടൻറ്റ് ഇതിൽ കയറിയില്ല. തീറ്റകൾ ക്വാളിറ്റി ഉള്ള തീറ്റകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഓയിൽ കണ്ടൻറ്റ് ഇല്ല, അല്ലെങ്കിൽ അത് പീരിയാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ പിണ്ണാക്കുകൾ നിങ്ങൾ ഒട്ടും ഇതാക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ കണ്ടൻറ്റ് കുറഞ്ഞാലും അതിൻ്റെ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അതിൽ പ്രോട്ടീൻ അതിലുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ക്വാണ്ടിറ്റി കയറ്റിയിട്ട് കൊടുക്കാം. ഇത് തേങ്ങയുടെ ഡി ഒ സിറ്റാണ്, തേങ്ങ പിണ്ണാക്കിൻ്റെ സംഭവമാണ്. അത് ഞാൻ പറഞ്ഞത് വെറുതെ ജസ്റ്റ് ഒന്ന് ആ പാത്രത്തിലിട്ടൊരു സ്വല്പം വെള്ളം ഒന്ന് കുഴച്ച് വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തന്നെ അവർ തിന്നു തുടങ്ങി. ചെറിയവരൊക്കെ ഡ്രൈയിൽ തന്നെ തിന്നു തുടങ്ങിയപ്പോൾ. അപ്പോൾ അത് അതിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ചെറിയവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര കിലോ തിന്നും എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാം. ഇത് ഏകദേശം ഞാൻ പറയുന്നില്ലേ, വലിയ പൂത്തുകൾക്ക് തീറ്റ നമ്മുടെ പരിസരത്ത് കുറവായി. ചോളമാവ് കേട്ടോ, ചോളപ്പൊടിയാണിത്. ഇതും ഒരു ചെറിയ അളവിൽ അതിലുണ്ട്, വേവിക്കണമൊന്നുമില്ല. പ്ലസ് സോഡാപ്പൊടി, പിന്നെ ഫീഡ് പേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ തീറ്റയുടെ റേഷ്യോ. ഉപ്പ് ചേർക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുന്ന് ചെറിയൊരു അളവിലെടുത്ത് നമ്മൾ പരുത്തി പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കാണ് കൊടുത്തിരുന്നത് പോത്തിന്. അപ്പോൾ അതിലേക്ക് ചെറിയൊരു അളവിൽ കൺവേർട്ട് ചെയ്ത് വരുന്നുള്ളൂ. നമുക്ക് ഒരു ആഴ്ച എടുക്കും ഈ തീറ്റയിലേക്കൊന്ന് മാറ്റി കിട്ടാനായിട്ട്. പെട്ടെന്നുള്ളൊരു മാറ്റം പറ്റില്ല. അത് മാത്രമല്ല, പെട്ടെന്നൊരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന തീറ്റ അതിൻ്റെ വയറിൽ പിടിക്കാതെ വരുമ്പോൾ വയറിളക്കം വരും, ദഹനക്കേട് വരും, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ അളവിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അവർ കഴിക്കുന്ന തീറ്റയിൽ ഇട്ട് കൊടുത്ത് പിന്നെ ശൂര് മണം എൻ്റെ പോത്തുകളൊന്നും ഈ പ്രാവശ്യം ഉഴുന്നുണ്ട്. അവിടെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ തേങ്ങ പിണ്ണാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ചെറിയ മണങ്ങളുണ്ടാവും. അപ്പോൾ 7 ഐറ്റം കേട്ടോ, 7 ഐറ്റം. ഇത് കണ്ടില്ലേ, കപ്പലണ്ടിയുടെ ഡി ഒ സി, അതായത് കപ്പലണ്ടിയുടെ ഡി ഒ സി ആണ് കേട്ടോ. ഇത് കപ്പലണ്ടിയുടെ ഡി ഒ സി ആണിത്. കപ്പലണ്ടി പിണ്ണാക്ക് അത്രയും നൈസ് പൊടിയാണ്. കപ്പലണ്ടി പിണ്ണാക്ക് നമ്മുടെ പെല്ലറ്റിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, അത്രയും ഇതാണ്. സോയയുടെ ഡി ഒ സി, സോയ തവിട് തന്നെ, പക്ഷേ ഇത് ലേശം കൂടി കനം കുറവാണ്. പിന്നെ സോയയുടെ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട്
പക്ക റിസൾട്ടാണെന്നാണ് പറഞ്ഞത്. അതെ പരുത്തി കുരു കേട്ടോ, ഇതും നമുക്ക് ആ നനച്ച് വെക്കുന്ന തീറ്റയിൽ ഡ്രൈ ആക്കി ഇട്ട് കൊടുത്താൽ മതി. പരുത്തി കുരു. ഇതേ അടുത്തത് വരുന്നത് നെല്ലിന്തവിടാണ്. ഇതേ നെല്ലിന്തവിട്, ഇതേ കണ്ടോ അരിത്തവിട്. നെല്ലിന്തവിടല്ല കേട്ടോ, അതിൽ ഇതിൻ്റെ ഇതാണ് അരിയുടെ ആ പോളിഷിൻ്റെ പൊടിയാണ് ഏറ്റവും കൂടുതൽ. ഇതേ ഉഴുന്നുന്തവിട് കണ്ടില്ലേ നിങ്ങൾ? ഉഴുന്നുന്തവിട് വെള്ള കളറായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതേ നമ്മുടെ ചോളപ്പൊടി, ചോളത്തിൻ്റെ പൊടി. പിന്നെ അടുത്തത് ഇത് തേങ്ങയുടെ DOC ആണ് നമ്മൾ ഇനി എടുക്കാൻ പോണേ. തേങ്ങ പിണ്ണാക്കിൻ്റെ DOC കറക്റ്റ് എന്താ പറയുക, വെറുതെ പൊടി നമ്മൾ അരിത്തവിടും വരുന്ന അത്രയും പൊടിയായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ആവും ചെയ്യും. നല്ല ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നത് കുറച്ചിട്ടില്ല. 1 2 3 4 5 6 7 ഐറ്റം. 7 ഐറ്റം ചെറിയൊരു അളവിൽ മതിയിട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇത് ഇത്രയും വലിയ കാശാണിത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന സാധനങ്ങൾക്ക് ഏകദേശം നമുക്കൊരു 12,500 രൂപ പ്ലസ് വണ്ടി പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീറ്റ ഏകദേശം ഒരു 13,000 അല്ലെങ്കിൽ ഒരു 14,000 രൂപയുടെ താഴെയാണ് നമുക്ക് ഈ സാധനം നമ്മുടെ വീട്ടിലെത്തുമ്പോൾ വന്നേക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കാലടിയിലുള്ള ഗ്രീൻ ഡയറി ഫാമിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ. എല്ലാ തീറ്റകളും ഉണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. റഷീദ്ക്ക് എന്നോട് ജനുവരി തൊട്ട് പറഞ്ഞിരുന്നതാണ്. പിന്നെ വലിയവർക്ക് ഇത് കൊടുത്തിട്ടും ഇതിൽ ബാക്കി ഉണ്ടാവും. നമ്മൾ പരുത്തി പിണ്ണാക്ക് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ചിലപ്പോഴാണ് ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വലിയ പൂത്തുകൾക്കൊക്കെ ഫസ്റ്റത്തെ ഒരു ദിവസം അവർ ആ മണം ശൂരൊക്കെ പിടിച്ച് നിന്നത്. ഇപ്പോൾ ചെറിയ അളവിൽ ഇട്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ, നല്ല ചെറിയ അളവിൽ ഇട്ട് കൊടുത്തു തുടങ്ങി. കഴിക്കുന്ന പരുത്തി പിണ്ണാക്കിൻ്റെ ഒപ്പം തന്നെ ചെറിയ അളവിൽ അങ്ങനെ കൊടുത്ത് വന്നപ്പോൾ ഇപ്പോൾ തീറ്റ എടുത്ത് തുടങ്ങി. എന്നാലും നമ്മൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് വരുത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം പിടിക്കാം, ദഹനക്കേട് പിടിക്കാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മെല്ലേനെയാണ് നമ്മൾ തീറ്റ കയറ്റി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ പൂത്തുകളൊന്നും അത് കണ്ട തേങ്ങയുടെ DOC, നമ്മുടെ പൂത്തുകളൊന്നും മെയ് മാസം ഫസ്റ്റ് കണ്ട് അല്ലെങ്കിൽ മെയ് മാസം പകുതി ആകുമ്പോഴേക്കും കച്ചവടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുന്നാളിന് ഒരു 3 ആഴ്ച മുന്നൊക്കെ ദൈവം സഹായിച്ച് കച്ചവടം കഴിഞ്ഞാലും നമ്മുടെ പൂത്തുകളൊക്കെ പെരുന്നാളിൻ്റെ തൊട്ടാണ് വിറ്റ് പോകാൻ സാധ്യത. നമ്മൾ ഈ പ്രാവശ്യം നല്ല നല്ല പാർട്ടികളാണ് ഉദ്ദേശിക്കുന്നത്, ഒറ്റ പാർട്ടികളെ. അപ്പോൾ നമ്മൾ പെരുന്നാളിന് കച്ചവടക്കാർക്ക് പരമാവധി കൊടുക്കാനുള്ളൊരു സാധ്യത ദൈവം സഹായിച്ച് ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാസത്തേക്കുള്ള തീറ്റ അല്ലെങ്കിൽ ഒരു 1.25 മാസത്തേക്കുള്ള തീറ്റ മസ്റ്റാണ്. പിന്നെ നമ്മുടെ ചെറിയ പോത്തുങ്ങൾക്ക് ഇത് ഏപ്രിൽ 15 തൊട്ട് കൊടുന്നപ്പോൾ നമ്മളൊരാഴ്ച തീറ്റ കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ പാടത്തൊക്കെ അറ്റത്ത് കൊണ്ടുപോയി കെട്ടിയിരുന്നു. അപ്പോൾ അങ്ങോട്ടൊന്നും തീറ്റ എത്തിച്ചേർന്നില്ല. ഇപ്പോൾ വീണ്ടും തോട്ടിലൊക്കെ വെള്ളം വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ വീണ്ടും കൊടുന്നു തുടങ്ങി. അപ്പോൾ നമ്മളിത് തീറ്റ ഏപ്രിൽ 15 തൊട്ട് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇവരുടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചോ, 15 തൊട്ട് തീറ്റ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ 7 ഐറ്റം കൊടുത്ത മാറ്റങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അപ്ഡേഷൻ തരാം. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ഉണ്ടാവും. എൻ്റെ 1-2 തിരക്കുകൾ കാരണമാണ്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി. തീർച്ചയായിട്ടും വിലപ്പെട്ട ഒത്തിരി ആളുകൾ ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സാധനങ്ങൾ തന്നെ വേണമെന്നില്ല കേട്ടോ. സോയയ്ക്ക് പകരം സോയത്തവിട്, പരുത്തിക്കുരുവിന് പകരം പരുത്തി പിണ്ണാക്ക്, കപ്പലണ്ടി DOCക്ക് പകരം കപ്പലണ്ടി പിണ്ണാക്ക്, ചെറിയൊരു വിലയിൽ മാറ്റം വരുമല്ലോ. ഞാനതങ്ങനെ എനിക്ക് ഇവിടെ സൊസൈറ്റിയിൽ തീറ്റകളൊന്നും, അതായത് തവിട് വരെ കിട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ലാസ്റ്റ് സമയമാണ്. അപ്പോൾ തീറ്റ കിട്ടാണ്ടായ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഇറക്കിയിട്ട്. പക്ഷെ നമുക്ക് എടുത്ത് 2 ദിവസം ആകുമ്പോഴേക്കും തീറ്റകളൊക്കെ സൊസൈറ്റിയിൽ വന്നു. അവിടെ എന്തൊരു സാങ്കേതിക തകരാറ് മൂലം അവർക്ക് തീറ്റകൾ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പക്ഷെ നമുക്ക് 2 ആഴ്ച തീറ്റയ്ക്ക് ചെറിയ ഷോർട്ട് പിടിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബൾക്ക് എടുത്തത്. പിന്നെ നമുക്ക് ചെറിയവർക്കും തീറ്റ കൊടുക്കേണ്ടതൊരാവശ്യമായിരുന്നു. അപ്പോൾ ഞാനെടുത്ത മാതിരി നിങ്ങൾ ചാക്കണക്കിനൊന്നും എടുക്കണമെന്നില്ല. സോയയ്ക്ക് പകരം സോയത്തവിട്, പരുത്തിക്കുരുവിന് പകരം പരുത്തി പിണ്ണാക്ക്, DOCക്ക് പകരം DOCക്ക് പകരം കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങയുടെ DOCക്ക് പകരം തേങ്ങ പിണ്ണാക്ക്, ലേശം നെല്ലും തവിട്, വേണമെങ്കിൽ ഒരു ലേശം ചോറോ അല്ലെങ്കിൽ ലേശം ഗോതമ്പ് തവിടോ അല്ല ഗോതമ്പിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ചോളപ്പൊടി തന്നെ, ഇതൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നെല്ലും തവിടോ എല്ലാം കിട്ടുന്നതാണ്. അതിനൊരു റേഷ്യോ ഉണ്ടെന്ന് മാത്രം. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ചെറിയ പൂത്തുകൾക്ക് എത്ര കിലോ വെച്ച് കൊടുക്കുന്നു, എങ്ങനെ ഞാൻ ഇത് മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ എന്തോരം കണ്ടൻറ്റ് ഉണ്ട്, എന്തോരം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ചില 1-2 സാധനങ്ങൾ ഇതിൽ നമ്മൾ കൂടുതൽ ഇട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് മൊത്തം മിക്സ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ മൊത്തം മിക്സ് ചെയ്യാൻ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടില്ലേ. നമ്മളിത് കഴിഞ്ഞ് ഓൾറെഡി ഒരു ഡ്രമ്മിലാക്കി വയ്ക്കും. എൻ്റെ കണക്ക് പ്രകാരം ശരിയാണെങ്കിൽ നമുക്കൊരു ജൂൺ മാസം വരെ ചെറുകടക്കം കിട്ടാനുള്ള തീറ്റ ഇതിലിപ്പോൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കൂടൽ. പിന്നെ നമ്മൾ പരുത്തി പിണ്ണാക്കും കുറച്ച് എടുക്കുന്നുണ്ട്. പരുത്തി പിണ്ണാക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ തീറ്റ ഒന്ന് എടുത്ത് സെറ്റായ ശേഷമാണ്. പിന്നെ നമ്മളിപ്പോൾ പരുത്തി പിണ്ണാക്ക് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെയും നമ്മുടെ ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളത് റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ഈ കണ്ട പണി എടുത്തിട്ട് അതിനൊരു ലാഭം നോക്കുന്നില്ല.
അപ്പോൾ ചെറിയവരും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു തീറ്റ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വീണ്ടും കാണാൻ പുതിയ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.